അഞ്ചാണ്ട് മുൻപ് ഉരുൾപൊട്ടിയതിന്റെ മുറിവ് ഉണങ്ങിയിട്ടില്ല ഇനിയും പുത്തുമലയിൽ. ആ നീറ്റൽ ഇന്നുമുണ്ട് മനുഷ്യരുടെ ഉള്ളിൽ. അവിടെയാണ് അജ്ഞാതരുടെ അന്ത്യനിദ്ര. ആർക്കും പേരില്ല, രൂപവും. തിരിച്ചറിയാത്ത 30-ലധികം മൃതദേഹങ്ങൾ, 200ഓളം ഭൗതികാവശിഷ്ടങ്ങൾ എല്ലാം ഇവിടെ മറവ് ചെയ്തിരിക്കുന്നു. ചില കല്ലിൽ CN എന്നും ചില കല്ലിൽ N എന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താ തമ്മിലുള്ള വ്യത്യാസം? മുണ്ടക്കൈയിലുണ്ടായിട്ടുള്ള ഒരു ഉരുൾപൊട്ടലിന്റെ ഭാഗമായിട്ട് മൃതശരീരങ്ങൾ ഒഴുകി താഴേക്ക് പോന്നിട്ടുണ്ട്. ചിലത് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയത് മേപ്പാടിയിൽ നിന്ന് തന്നെയാണ്, ചൂരൽമലയിൽ നിന്നാണ് നമുക്കത് കണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞത്. ചിലത് ഒഴുകി ചാലിയാർ വഴി നിലമ്പൂർ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എന്നുള്ള നിലയ്ക്കാണ് CN എന്ന് പറയുന്ന 2 അക്ഷരങ്ങൾ ചേർത്തിട്ട് നമ്പർ ഇട്ടിട്ടുള്ളത്. C എന്ന് പറഞ്ഞാൽ ചൂരൽമല, മേപ്പാടിയിലുള്ള ചൂരൽമലയും, N എന്ന് പറയുന്നത് മലപ്പുറത്തെ നിലമ്പൂരുമാണ്. ഇതെങ്ങനെയാണ് നമുക്കിതൊരു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ റിക്കവർ ചെയ്തെടുത്തിട്ടുള്ള ഓരോ ബോഡിക്കും അല്ലെങ്കിൽ ബോഡി പാർട്ടിനും ഒരു നമ്പർ ഇട്ടിട്ടുണ്ട്. ഇനി എപ്പോഴെങ്കിലും ഇപ്പോൾ നമ്മൾ ബന്ധുക്കളുടെ രക്തസാമ്പിളുകൾ എടുത്തിട്ടുണ്ട്. അതുപോലെ ബോഡിയുടെയും ബോഡി പാർട്ടിൻ്റെയും ഫോറൻസിക് പരിശോധനയ്ക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ DNA എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ രക്തസാമ്പിളിൽ നിന്ന് എടുത്തിട്ടുള്ള DNAയും ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള DNAയും തമ്മിൽ മാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പിന്നീട് അത് ഇന്ന ആളുടെ ബോഡിയാണെന്ന് തിരിച്ചറിയാനുള്ളൊരു സംവിധാനമാണ് ഇതുവഴി ഒരുക്കിയിട്ടുള്ളത്. തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾ എത്തും വരെ തേയിലച്ചെടികൾ തഴുകിയെത്തുന്ന തണുത്ത കാറ്റും കാട്ടരുവിയുടെ പാട്ടും അവർക്ക് കൂട്ട്. ഇനി അവർ ഉറങ്ങട്ടെ. ഒറ്റ രാത്രി കൊണ്ട് ജീവനും മേൽവിലാസവും നഷ്ടപ്പെട്ട കുറച്ചധികം മനുഷ്യരുണ്ടിവിടെ. അവർ ആരെന്നും എന്തെന്നും അറിയാനുള്ള നടപടികൾ വേഗത്തിലാക്കണം. ഒപ്പം ഉചിതമായ സ്മാരകവും ഉയരണം. ക്യാമറാമാൻ അനൂപിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, വയനാട്.